കൊച്ചി ബിവാട്ടി പാലത്തിൽ നിന്നും കായലിൽ ചാടിയ യുവാവിനായി നേവിയുടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് തെരച്ചിൽ. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സഫ്രാൻ കായലിൽ ചാടിയത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എങ്ങനെയാണ് തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത്? ഇന്നലെ വൈകുന്നേരം ഏകദേശം 3:30യോട് കൂടിയാണ് ഈ പള്ളുരുത്തി സ്വദേശിയായ 19-കാരൻ സഫ്രാൻ എന്ന യുവാവ് ഈ പാലത്തിൽ നിന്നും കായലിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുറച്ചു നാളായി പുള്ളി ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. ഒറ്റപ്പെടലിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൂട്ടുകാരൊക്കെ ഇന്നലെ നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. കുറച്ചു നാളുകളായി അദ്ദേഹം ഒറ്റപ്പെടലാണ്. വീഡിയോ കോൾ വിളിക്കുന്നു, ഞാൻ ഇതിൽ നിന്നും ചാടാൻ പോവുകയാണ് എന്ന് സുഹൃത്തുക്കളെ അറിയിക്കാൻ വീഡിയോ കോൾ വിളിക്കുന്നു. വന്നാൽ ഫോൺ തരാം എന്ന് പറയുന്നു. അതിനുശേഷം ഇങ്ങനെ 2-3 പേര് പിന്നാലെയും മുൻപേയും നടന്ന ഈ പയ്യൻ ഓടി വന്ന് എടുത്ത് ചാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ മുതൽ നേവിയുടെ ടീമും സ്കൂബ ടീമും എത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. വലിയ ശക്തമായ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏത് വീണ ഭാഗത്തു നിന്നും എത്ര അധികം ദൂരം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അങ്ങനെ അനുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടിയൊഴുക്കല്ല ഇവിടെയുള്ളത്. എന്തായാലും ഇന്നലെ ഏകദേശം ഒരു 8 മണിയോടുകൂടി നേവിയും തിരച്ചിൽ നിർത്തിയിരുന്നു. നേരത്തെ തന്നെ സ്കൂബ ടീം മടങ്ങിയിരുന്നു. പക്ഷേ നേവിയുടെ ഒരു ഭാഗമായതിനാൽ നേവിക്ക് ഈ ഒരു കായലിന്റെ കിടപ്പ് അത്യാവശ്യം അറിയാവുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് നേവിയുടെ ഉദ്യോഗസ്ഥർ വീണ്ടും തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്നലെ 8 മണിയോടുകൂടി നേവിയും തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും നേവി തിരച്ചിൽ തുടരുകയാണ്. ഹെലികോപ്റ്ററിലൊക്കെ ആയിട്ട് നേവി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് കണ്ടെത്താനാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്തായാലും തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പള്ളുരുത്തി സ്വദേശിയാണ് ഈ സഫ്രാൻ. 19 വയസ്സുള്ള ഈ യുവാവിന് 5 മക്കളാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളത്. പള്ളുരുത്തി സ്വദേശിയായ റഹീമിന്റെ മകനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകാരുമായി ഇത്തരത്തിൽ തനിക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു സഫ്രാൻ എന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയിരുന്നു എന്ന് വ്യക്തമാണ്. താൻ ഇത്തരത്തിലൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ രക്ഷിതാക്കളുടെ ഇത്തരം അറ്റൻഷൻ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഒരു ആവശ്യകത കൂടി സഫ്രാന്റെ ഈ ഒരു നീക്കം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം 19 വയസ്സുള്ള അല്ലെങ്കിൽ 14 മുതൽ 19 വയസ്സുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡിപ്രഷൻ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള നടപടികൾ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കൌൺസിലേഴ്സിന്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകേണ്ടതാണ്. എന്തായാലും തന്റെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ തന്റെ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ മാനസിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാഹചര്യങ്ങൾ ഏതായാലും സഫ്രാൻ മറ്റാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം ഷെയർ ചെയ്യുന്നൊരു സാഹചര്യം, അത്തരം പങ്കുവെക്കലിന്റെ ഒരു ഇടം കൂടി ഉണ്ടെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി മാനസിക ആരോഗ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം അവസ്ഥകൾ കുഞ്ഞുങ്ങളിൽ നിന്നും വേഗം കണ്ടാൽ അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ കൂടി കൂട്ടുകാരോട് ചിലപ്പോൾ അതേ മാനസികാവസ്ഥയിലുള്ള അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളോടായിരിക്കാം ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് മറ്റൊരു കൌൺസിലറെ സമീപിക്കേണ്ടത്, അതല്ലെങ്കിൽ കൌൺസിലറെ സമീപിക്കുന്നതിൽ ശരിയും പലപ്പോഴും ഒരു കൌൺസിലിംഗ് തേടുന്ന എന്തോ വലിയ തെറ്റുപോലെയാണ് സമൂഹം കാണുന്നത്, അല്ലെ ആളുകൾ കാണുന്നത്, അല്ലെങ്കിൽ ഇവർ സുഹൃത്തുക്കൾ കാണുന്നത് എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിന്റെ ആവശ്യകതയെപ്പറ്റി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത രക്ഷിതാക്കൾ മനസ്സിലാക്കുക. ഇത്തരം സാഹചര്യങ്ങൾ കൂടി ഈ 19-കാരൻ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് സമൂഹത്തിന്റെ മുന്നിൽ. എന്തുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ ഇപ്പം നമ്മൾ പറയുമ്പോൾ പ്രണയ നൈരാശ്യമാകാം ഈ 19-കാരനെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ കുടുംബ പ്രശ്നമാണെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു 19-കാരൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് തനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്.